സ്വാതി, നമ്മൾ നേരത്തെ മൈൻഡിൻ്റെ കുറേ പവേഴ്സ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഇമോഷൻസ് വന്നാൽ നമ്മൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിർഭാഗ്യവശാൽ അത് പലർക്കും സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അതിൽ നിന്നെല്ലാം ഒരു എന്താ പറയുക, ആ പ്രതിസന്ധിയൊക്കെ നേരിട്ടുകൊണ്ട് ഉയർന്നു വരൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലരും അതിൽ തന്നെ തകർന്നു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? എങ്ങനെ അത് നമുക്ക് ആ ഒരു ഘട്ടത്തെ നേരിടാൻ കഴിയും? നല്ലൊരു കാര്യം. അതായത് ഇപ്പോൾ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പേരുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫ് തന്നെ എനിക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് ട്രാജഡികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് എൻ്റെ എഫോർട്ടല്ലാതെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ എഫോർട്ട് കൊണ്ടും അങ്ങനെ ഞാൻ സർവൈവ് ചെയ്യില്ല എന്ന് തോന്നിയ നിമിഷങ്ങൾ വരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് അച്ഛൻ്റെയും പേരൻസിൻ്റെ ഒരു ഡെത്തും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റിയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ അത്ര മെച്യൂർഡ് അല്ലാത്തൊരു സ്റ്റേജിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിലൂടെയൊക്കെ ഞാനും കടന്നു പോയിട്ടുണ്ട്. അപ്പം പലരും പല രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യുക. ചിലർക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള സപ്പോർട്ടർ ഉണ്ടാവും, ചിലപ്പോൾ അവരുടെ വിശ്വാസങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ആ സമയത്ത് അവർക്കൊരു കമ്പാനിയൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മരണത്തിന് ശേഷം അമ്മ ഒരു ലിവർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂരായിരുന്നു താമസമൊക്കെ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, പക്ഷേ അതിനകത്ത് വലിയ റിസൾട്ടൊന്നുമില്ല. അപ്പോൾ ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ട്രീറ്റ് ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ നമ്മൾ ആയുർവേദത്തിലേക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടറിഞ്ഞിട്ട് വടകര ഗോപാലൻ വൈദ്യരുണ്ട്, പുള്ളിയുടെ അടുത്ത് പോയിട്ടാണ് ലിവർ സിറോസിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തത്. അപ്പോൾ അതിന് വളരെ അത്ഭുതകരമായിട്ട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പം നടക്കാൻ പറ്റാത്ത അമ്മ നടക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു ലെവലിലേക്ക് വന്നിരുന്നു. പക്ഷേ അതിനകത്ത് വേറൊരു മീനിങ് കൂടി ഉണ്ടായിരുന്നു ആ ഒരു ഇൻസിഡൻസിനൊക്കെ. കാരണം വൈദ്യർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഗുരുനാഥനാണ്. ഗുരുനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു താന്ത്രിക് കുറച്ച് പ്രാക്ടീസസൊക്കെ ചെയ്യുന്നുണ്ട് കുറേ. അപ്പോൾ എനിക്ക് പുള്ളിയാണ് ആ ഒരു ഇനിഷ്യേഷൻ ചെയ്തത്. അതായത് ഒരു സാധനയിലേക്കുള്ള ഒരു മാർഗം കാണിച്ചു തന്ന ആൾ ഗോപാലൻ വൈദ്യരാണ്. പുള്ളി വടകരയുള്ള ആളാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതായത് ആ ഒരു സാധന എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് പോയതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ചുറ്റുപാടിലും നമ്മുടെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് വരാം. വ്യത്യാസം നമ്മൾ ശരിക്കും കാണാനുണ്ടായിരുന്നു. ലൈഫിൽ സ്ട്രഗിളിൽ നിന്ന് പതുക്കെ ചേഞ്ചസ് വരാൻ തുടങ്ങി. ആദ്യം സ്ട്രഗിൾ ഒന്ന് കൂടി, അതങ്ങനെ പറയും. നമ്മൾ സാധനാ മാർഗത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ സ്ട്രഗിൾ കുറച്ച് കൂടി വരും, പിന്നെ ഒന്നെല്ലാം അടങ്ങി പിന്നെ ഒന്ന് ബാലൻസായി വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ലൈഫിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ബാലൻസ് ചെയ്തു, ഇമോഷണലി വളരെ സ്റ്റേബിളായി. പിന്നെ ലൈഫിൽ ചുറ്റുപാടും എല്ലാം നല്ല രീതിയിലേക്ക് വന്ന് ലൈഫിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ അതൊരു ടേണിംഗ് പോയിൻ്റ് കൂടിയായിരുന്നു ശരിക്കും ആ ഒരു ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ. ഈ സൈക്കോളജിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവേ പണ്ടൊക്കെ ഈ കുറ്റാന്വേഷണ കഥകളിലും ഒക്കെ കേട്ടിട്ടുള്ളതാണ് ഹിപ്നോട്ടിസം അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതെന്താണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തെടുക്കാൻ ഇതിന് കഴിയുമോ? ഹിപ്നോട്ടിസം നമ്മൾ പറയുമ്പോൾ ഞാൻ ഹിപ്നോസിസ് പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചതെന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പോയി പഠിച്ചിട്ടുണ്ട്. ഹിപ്നോസിസ് മെൻ്റലിസ്റ്റിലൊക്കെ ഹിപ്നോസിസ് യൂസ് ചെയ്യുന്നതാണ്, മെൻ്റലിസ്റ്റിലൊക്കെ. അപ്പം ഹിപ്നോസിസിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ. നമ്മൾ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ആക്റ്റീവാണ്, നമ്മൾ ചിന്തിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്കൊരു സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളൊരു ഉപബോധ മനസ്സെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്തു, ആദ്യം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം. കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ പാട്ടൊക്കെ കേട്ട് വർത്താനം പറഞ്ഞ് ഡ്രൈവ് ചെയ്യും. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡാണ് പിന്നെ അതിൽ കൺട്രോളിൽ വരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈവൻ നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിൻ്റെ ഓരോ ലൈൻസും ഉണ്ടാകുന്നു. നമുക്ക് ഓരോ ലൈനുകളും ഓർത്തെടുക്കാം. അത്രയും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ 90% നമ്മുടെ ലൈഫ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 10% നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ എല്ലാം ഓട്ടോ പൈലറ്റ് ഒരു ഓട്ടോമാറ്റഡ് ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാം ഉണ്ട്. അപ്പം ഈ ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് ഡിസേബിൾ ചെയ്യുന്നുള്ളൂ ടെമ്പറലി. നമ്മൾ കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് ഡിസേബിൾ ചെയ്യുന്നു, സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യല്ല ആക്സസ് ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ നമുക്ക് റിവീൽ പുറത്തു വരാൻ തുടങ്ങും. അത് ഒരുപാട് ഈവൻ ചൈൽഡ്ഹുഡുള്ള സമയത്തുള്ള കാര്യങ്ങളും അതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചെറിയ വിഷമങ്ങൾ ചെറുതായിരിക്കും, വളരെ ചെറിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിഷമം വരാൻ ചെറിയൊരു കാര്യം മതിയല്ലോ. പക്ഷേ അതിൻ്റെ ആ ഒരു മാർക്ക് അവിടെ ഉണ്ടാവും. അത് നമ്മൾ വലുതാകുമ്പോഴും നമ്മൾ വലിയ ആളാകുമ്പോഴും
അത് നമ്മളെ ആ ഒരു പേഴ്സണാലിറ്റിയെ ബാധിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതാണ് ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലൊക്കെ ചെയ്യുന്നത്. ആ കുട്ടിയിലേക്ക് കുട്ടിയെ നമ്മൾ ആക്സസ് ചെയ്തിട്ട് ആ കുട്ടിക്കുണ്ടായ വിഷമങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ അതിനെ റിസോൾവ് ചെയ്യും. അപ്പം ആ കുട്ടിക്ക് അതിൻ്റെ ഒരു വലിയ ആൾക്കും അതിൻ്റെ ഒരു വ്യത്യാസം വരും.